അസ്സലാമലൈക്കും. നമുക്കിന്നൊരു അടിപൊളി പഴംപൊരി റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ പഴം എത്രയാണ് എടുക്കണം, അതിനാവശ്യമുള്ള മാവ് അതെല്ലാവർക്കും അറിയാമല്ലോ. അത്രയും മൈദപ്പൊടി ഇടാം. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് മൈദമാവ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു പാകത്തിന് ഉപ്പ്. മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പിടുന്നത്. നമുക്ക് പഞ്ചസാര ഇടാം. നമുക്കതിന് 2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടിയും ഇടാനുണ്ട്. അത് ഇത്രയും ചോറ്, ഒരു ചെറിയ കൈലങ്ങ, ഒരു കയ്യിൽ ചോറിടാം. അത് മിക്സിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്ക് ഈ കണ്ടെങ്കിൽ ഈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം കട്ട് ചെയ്യാം. ഇനി ഞാൻ വിറകടുപ്പിലാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. 4ആയിട്ടാണ് ഒരു കഷ്ണം മുറിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഴം ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വേവിട്ടിട്ട് അപ്പോൾ നമ്മുടെ പഴംപൊരി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ചോറ് വെച്ചുണ്ടാക്കുന്ന പഴംപൊരി ആരും ചട്ടിയിലൊക്കെ പിടിക്കുമെന്ന് വെച്ച് പേടിക്കണ്ട. ഇത് വിറകടുപ്പത്ത് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി